ഹലോ, ഞാൻ ഡോക്ടർ കവിത, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്, നൈൽ ഹോസ്പിറ്റൽ. ഇന്ന് മെയ് 22 വേൾഡ് പ്രീ എക്ലാംസിയ ഡേ. എന്താണ് പ്രീ എക്ലാംസിയ എന്ന് പറഞ്ഞാൽ? ഗർഭാവസ്ഥയിൽ പ്രഷർ കൂടുകയും അതോടൊപ്പം തന്നെ യൂറിനിൽ പ്രോട്ടീൻ പോകുന്നതും എൻഡോർഗൻ ഡാമേജ്, അതായത് കിഡ്നി, ലിവർ, കണ്ണ്, തലച്ചോറ് എന്നിവയ്ക്ക് അപകടം സംഭവിക്കുകയും ചെയ്യുന്നതിനെയാണ് പ്രീ എക്ലാംസിയ എന്ന് പറയുന്നത്. പ്രഷർ കൂടുക എന്ന് പറഞ്ഞാൽ സിസ്റ്റോളിക് ബി പി 140 അതിലധികമോ ആവുകയും ഡയസ്റ്റോളിക് ബി പി 90 അതിലധികം ആവുകയും ചെയ്യുന്നതിനാണ് പ്രഷർ കൂടുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രീ എക്ലാംസിയ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ പ്രഷർ കൂടുന്നത്? അബ്നോർമൽ പ്ലാസന്റേഷൻ എന്ന കണ്ടീഷൻ, അതായത് മറുപിള്ള ഉണ്ടാവുന്നതിലുള്ള പാകപ്പിഴകൾ കൊണ്ടാണ് പ്രഷർ ഗർഭാവസ്ഥയിൽ കൂടുന്നത്. ആർക്കൊക്കെയാണ് ഈ പ്രീ എക്ലാംസിയ വരുന്നതിനും ബി പി കൂടുന്നതിനുമുള്ള സാധ്യതകൾ കൂടുതലുള്ളത്? ആദ്യമായി ഗർഭിണികളാവുന്നവർക്കും, ഗർഭം 35 വയസ്സിന് ശേഷം ഉണ്ടാകുന്നവർക്കും, ഇരട്ട കുട്ടികളോ അതിലധികമോ കുട്ടികളുള്ള ഗർഭിണികൾക്കും, അതുപോലെ തന്നെ കുടുംബത്തിൽ പ്രഷർ കൂടുതലുള്ള ആളുകൾക്കും, അതായത് അമ്മയ്ക്കോ പെങ്ങന്മാർക്കോ ആർക്കെങ്കിലും ഗർഭാവസ്ഥയിൽ ബി പി കൂടിയ കണ്ടീഷൻ മുന്നേ ഉണ്ടായിട്ടുള്ള ആളുകൾക്കും, ഈ പറയുന്ന കറന്റ് പ്രഗ്നൻസിയിൽ അല്ലാതെ അതിന് മുമ്പത്തെ ഗർഭത്തിൽ പ്രഷർ കൂടുതലുള്ളവർക്കും തടി കൂടുതലുള്ളവർക്കും എല്ലാം ഈ പ്രീ എക്ലാംസിയ എന്ന കണ്ടീഷന് റിസ്ക് ഫാക്ടർ കൂടുതലുള്ള ആളുകളാണെന്ന് നമ്മൾ പറയപ്പെടുന്നു. എന്താണ് ഇതിന്റെ പ്രശ്നം? എന്തുകൊണ്ടാണ് പ്രീ എക്ലാംസിയ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം? അബ്നോർമൽ പ്ലാസന്റേഷൻ ആണ് ഇതിന്റെ ബേസിക് കാരണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഗർഭാവസ്ഥയിൽ കുട്ടിക്ക് പോകുന്ന രക്തോട്ടം കുറയുന്നതിനും, അതുകൊണ്ട് തന്നെ വളർച്ചക്കുറവ്, കുറവ്, കുട്ടിക്കുള്ള രക്തോട്ടം കുറവ്, മറുപിള്ളിയുടെ പുറകെ ബ്ലീഡിംഗ് ഉണ്ടാവുന്നത്, ഇതെല്ലാം കൊണ്ട് മാസം തികഞ്ഞതിന് മുന്നേ നമുക്ക് കുട്ടിയെ പുറത്തെടുക്കേണ്ടി വരുന്നതുകൊണ്ടുള്ള പ്രീടൈം ലേബറിന്റെ പ്രശ്നങ്ങൾ എല്ലാം പ്രീ എക്ലാംസിയ എന്ന കണ്ടീഷനിൽ കൂടുതലായിട്ട് നിൽക്കുന്നു. എങ്ങനെയാണ് നമുക്ക് പ്രീ എക്ലാംസിയ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത്? ഗർഭിണികൾക്ക് പ്രഷർ കൂടുന്നതോടൊപ്പം തന്നെ കാഴ്ചയ്ക്ക് മങ്ങൽ, തലവേദന, ഛർദി, വയറിന്റെ മുകൾ ഭാഗത്ത് വേദന, കാലിൽ അധികമായി നീര്, മൂത്രത്തിന്റെ അളവിൽ കുറവ് എന്നിവയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രീ എക്ലാംസിയ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നീര് എന്ന് പറയുമ്പോൾ സാധാരണ ഗർഭിണികളിൽ കാലിൽ നീര് പതിവാണ്. എന്നാൽ അത് ഓവറായിട്ടുണ്ടാവുകയും മുഖത്തും കൈകാലുകളിലും നീര് കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിന് ചികിത്സിക്കേണ്ടത്? ഇത് കൃത്യമായ ആന്റിനേറ്റൽ ചെക്കപ്പും അതോടൊപ്പം തന്നെ ബി പി മോണിറ്ററിംഗ് വളരെ അത്യാവശ്യമാണ്. പ്രഷർ കൂടുതലാണ് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കൃത്യമായ മരുന്നുകൾ എടുത്ത് പ്രഷർ കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കൃത്യമായ മരുന്ന് കൊണ്ട് നമുക്ക് ബി പി കുറയ്ക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്നതോടൊപ്പം തന്നെ 37 ആഴ്ച തികയുന്നതോടുകൂടി കുട്ടിയെ പുറത്തെടുക്കേണ്ടതും വളരെ ആവശ്യമാണ്. എന്തിനാണ് നമ്മളിങ്ങനെ ഈ മെയ് 22 പ്രീ എക്ലാംസിയ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്? കാരണം ഈ ലോകത്ത് ഒരു കൊല്ലത്തിൽ 65,000-ലധികം അമ്മമാരുടെയും 5 ലക്ഷത്തിലധികം കുഞ്ഞുങ്ങളുടെയും ജീവൻ അപഹരിക്കുന്ന ഒരു വലിയ അസുഖമാണ് പ്രീ എക്ലാംസിയ എന്ന് പറയുന്നത്. പ്രീ എക്ലാംസിയ കറക്റ്റ് സമയത്ത് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് അപസ്മാരവും അതോടെ അതിനോട് ഭാഗമായി മരണവും വരെ സംഭവിക്കാമെന്നുള്ളതുകൊണ്ട് നമ്മളുടെ ഗർഭിണികൾക്ക് ആർക്കും പ്രീ എക്ലാംസിയ എന്നൊരു ഘട്ടത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ നമ്മൾക്ക് കൃത്യമായ ചെക്കപ്പും മരുന്നുകളും വളരെ അത്യാവശ്യം.